റസൂലിന്റെ വഫാത്തിന് ശേഷം എനിക്കിനി ഈ മദീന വേണ്ട, റസൂലില്ലാത്ത ഈ മണ്ണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സിറിയയിലേക്ക് താമസം മാറുന്ന ബിലാൽ തങ്ങളുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ബിലാൽ തങ്ങളെ സ്വപ്നത്തിലേക്ക് പടച്ചവന് റസൂലിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. റസൂൽ സ്വപ്നത്തിൽ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താണ് ബിലാലെ, എന്നോട് ദേഷ്യമാണോ, എന്താണ് എന്നെ കാണാൻ വരാത്തത്? അങ്ങനെ കരഞ്ഞുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോകുന്ന, റസൂലിനെ കാണാൻ പോകുന്ന ബിലാൽ തങ്ങൾ ഒരു രംഗമുണ്ടായിരുന്നു. മദീന നിവാസികളാകെ ബിലാലിനെ കണ്ടപ്പോൾ പറയുന്നുണ്ട്, ബിലാലെ, ആ മധുരമാർന്ന ശബ്ദത്തിലൂടെ ആ ബാങ്കുലി കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് നിരസിച്ചെങ്കിലും ഹസനും ഹുസനും അഥവാ റസൂലിന്റെ പേരക്കുട്ടികളായ ഹസനും ഹുസനും തങ്ങളും ബിലാൽ തങ്ങളോട് പറഞ്ഞതിന് ശേഷം അത് നിരസിക്കാതെ ബിലാൽ തങ്ങൾ ആ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞിട്ട് ബിലാൽ തങ്ങൾ കരയുന്നുണ്ട്. ആ ബാങ്ക് പിന്നീട് ബിലാൽ തങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയും റസൂലിന് ഇഷ്ടമായിരുന്നു. കാരണം ബിലാൽ തങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ വരുന്ന ഒരു രംഗമുണ്ട്. ഒരു വളരെ ദരിദ്രനായിരുന്നു. ഒരു കീറ തുണിയായിട്ട് ബിലാൽ തങ്ങൾ റസൂലിന്റെ അടുത്തേക്ക് വന്നപ്പോൾ, റസൂൽ എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ റസൂൽ ആ കറുത്ത ശരീരം വാരി പുണരുന്നുണ്ട്. ബിലാൽ തങ്ങൾ പറഞ്ഞു, ഇതുപോലെ മാറോടെന്നെ ഉമ്മാക്ക് ശേഷം ആരും ചേർത്തിട്ടില്ല റസൂലെന്ന്. അതായിരുന്നു റസൂല്, അതായിരുന്നു ഇസ്ലാം.